അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പെരുമാനി എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. ഇന്നലെ 22-ാം തീയതിയാണ് OTT-യിലൂടെ ആ സിനിമ റിലീസായത്. തിയേറ്ററിൽ റിലീസായ സമയത്ത് കാണാൻ പറ്റിയില്ല. കാണാൻ വേണ്ടി കുറേ ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം അതിൽ കുറച്ച് പാട്ടുകൾ തന്നെയാണ്, പിന്നെ കുറച്ച് ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചവർ ലുക്മാൻ, വിനയ് ഫോർട്ട്, പിന്നെ നമ്മുടെ സണ്ണി വെയിൻ എന്നിവരൊക്കെയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു നല്ല സിനിമ, ഒരു കുഞ്ഞിപ്പടം, എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്ന സിനിമ. ഈ ഇബ്ലീസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ സിനിമ എന്തായാലും വർക്കാവും. കാരണം എനിക്ക് ഇബ്ലീസ് എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അതേപോലെ ഇഷ്ടമായൊരു സിനിമയാണിത്. കാരണം ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഗ്രാമം, അതിനേക്കാളും പ്രത്യേകതയുള്ള കുറേ ആളുകൾ. ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ക്യാരക്ടർ ഭയങ്കര രസമാണ്. അതിൽ തന്നെ ഈ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമേന് ശേഷം 2 ഉമ്മമാരെ ഇഷ്ടപ്പെടാൻ പറ്റി. അതായത് ലുക്മാൻ്റെ 2 ഉമ്മമാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റി. പിന്നെ അതിലൊരു ബംഗാളിയായിട്ടൊരു ക്യാരക്ടറുണ്ട്, ഒരു ആൾ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് വലിയ ഡയലോഗൊന്നുമില്ല, പക്ഷേ പുള്ളിക്ക് കുറേ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കാണുമ്പോൾ അറിയാൻ പറ്റും പുള്ളിയുടെ ക്യാരക്ടർ. അതേപോലെ തന്നെ ലുക്മാൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തേക്കണ, എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്ത്. ഇപ്പോൾ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തേക്കണ വിനയ് ഫോർട്ടാണ്. പേഴ്സണലി പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് എന്താണോ തന്നത് പുള്ളി അതേപോലെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് എല്ലാവരും. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ആ സിനിമയിൽ എന്താണ് വേണ്ടത് അത് തന്നെയാണ് ചെയ്തേക്കണം. എനിക്ക് ടെക്നിക്കൽ സൈഡ് അത്രയ്ക്ക് വലിയ രീതിയിൽ പറയാനൊന്നും അറിയില്ല. സിനിമ കണ്ടപ്പോൾ എനിക്ക് ബോറടി അങ്ങനെയൊന്നും തോന്നില്ല. സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് വേണ്ടതാണ്. അതായത് ബോറടിക്കാതെ നമ്മളെ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ ഭയങ്കര ശ്രദ്ധ ചെറിയ സിനിമ കാണാൻ പറ്റണം. അതാണ് സിനിമ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ്. ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് അത്രയ്ക്ക് വലുതായിട്ട് അറിയില്ല. ഇനി പോകുന്നതുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാലും സിനിമ അടിപൊളിയാണ്. അതിന് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും OTT-യിലുണ്ട്, എല്ലാവരും കാണാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ അഭിപ്രായം തന്നെയായിരിക്കും എല്ലാവർക്കും എന്നെനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിയില്ല, കാരണം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയാണ്. മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടി ഇനിയും വരും. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് തന്നെ പറയുക. കാരണം ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ അത്രയും ഭയങ്കര വലുതായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി നമുക്കിതിങ്ങനെ ചെയ്യാം, ഇതിങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, അങ്ങനെയല്ല. എനിക്ക് ക്യാമറ ഓണാക്കിയിട്ട് എന്താണ് ചെയ്യാമെന്ന് തോന്നുന്നത്, എന്താണ് പറയാൻ തോന്നുന്നത്, ഞാൻ അങ്ങനെയാണ് പറയണത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വായിൽ നിന്ന് വെള്ളി വീഴും. കാരണം മനുഷ്യനിലെ പിള്ളേ എന്തിനൊക്കെ വരും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. പിന്നെ സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.